ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ അധികം എണ്ണയൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കൻ്റെ പീസസൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ 2 ലെഗ് പീസും പിന്നെ 2-3 ചെറിയ ചെറിയ പീസസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമായി നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ ചെറുനാരങ്ങാ നീരും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങാ നീര് ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊടികൾ ഇത്രയും മാത്രമേ നമ്മൾ ചിക്കനിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇപ്പം ഞാൻ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം ഒരു 1/2 മണിക്കൂറിന് ശേഷം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ലെഗ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഉള്ളൊക്കെ നല്ല കറക്റ്റ് രീതിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പുറം ഭാഗത്ത് നല്ല ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലെ അത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആഫ്രിക്കൻ മല്ലി ഇല്ലെങ്കിൽ സാധാരണ മല്ലിച്ചപ്പാണെങ്കിലും മതിയാകും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനൊരു 1/2 പീസ് ചെറിയൊരു പീസ് ഇഞ്ചി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളീൻ്റെ ഒരു ചുള വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 2 പച്ചമുളക് ഇതേപോലെ ഒന്ന് നടുവേ കീറിയതിന് ശേഷം പച്ചമുളകും കൂടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ രീതിയിൽ കുരുമുളകിൻ്റെ മണിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കൂടി നല്ലതുപോലെ ഒന്ന് നമുക്കിതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഏകദേശം ഒന്ന് ചെറിയ രീതിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കതവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒരു ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കുമ്പം ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വേവിച്ചെടുക്കാനും പറ്റും. പുറം ഭാഗത്ത് നല്ല ഫ്രൈ ആയിട്ട് തന്നെ നല്ല മുരിഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ മൺചട്ടി ഏകദേശം നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മസാലേൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മല്ലിയിലയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്ത് അരച്ചെടുത്ത ഈ ഒരു മസാലേൻ്റെ കൂട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതിനെയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ കറക്റ്റായ രീതിയിൽ നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് വഴന്ന് കറക്റ്റ് രീതിയിലായി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ. ഏകദേശം മസാലയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് അളവിൽ ഒരു പിഞ്ച് മാത്രം മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മസാലയ്ക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മസാലയ്ക്ക് നമ്മൾ ചിക്കനിലേക്ക് മസാലകളും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നാലും ഈ മസാലയ്ക്ക് ഒരു ചെറിയ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ നമ്മുടെ ആ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ മസാലയിൽ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിയുമ്പം ചിക്കനിലേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ സോസ് ഉപയോഗിച്ചാൽ. ഇപ്പോൾ സോസ് കയ്യിലില്ലാത്തവർ നമ്മളൊരു തക്കാളി നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് ആ തക്കാളി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ പിന്നെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോസ് ചേർക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഫ്രൈക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പീസസ് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഓരോ പീസസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഞാനിവിടെ 1 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം 1 മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്നൊരു അടപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ മൂടി വെച്ചിട്ട് ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചിക്കൻ ഫ്രൈക്ക്. ഇപ്പോൾ ഇതാ ഞാൻ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 1 മിനിറ്റ് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ ഒന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഈസിയിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റണ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാനും പ്രത്യേകം മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ആ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് നമ്മൾക്കിതുപോലുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്കിതേപോലെ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാനുള്ള നല്ലൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.